പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ, അത് സിവിൽ സർവീസ് സ്റ്റുഡൻസ് ആവണമെന്നില്ല, എന്ത് കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയല്ല, നമുക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില സമയത്തേക്ക് ഇതേപോലുള്ള കമ്പാരിസൺ ഒക്കെ കുറച്ച് ആവശ്യമാണെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. എനിക്ക് ശാരികയുടേത് പോലെ തന്നെ, അല്ലെങ്കിൽ ശാരികയെക്കാളും കുറച്ചും കൂടി നമുക്കൊക്കെ ഇൻസ്പിറേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്കൊരു വാവ് ഫീലിംഗ് കിട്ടുന്ന ഒരു കഥയുണ്ട്. അതും എന്റെ നാട്ടുകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അത് പാർവതി ഗോപകുമാർ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. പാർവതിയുടെ അച്ഛനും കൂടി സ്കൂട്ടറിൽ പോകുമ്പോൾ 2010 സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, റോഡിൽ വീണിട്ട് പാർവതിയുടെ വലത് കൈയിലൂടെ ഒരു KSRTC ബസ് കയറിപ്പോയി. പിന്നീട് ആ കൈമുട്ടിന് താഴേക്ക് മുറിച്ചു മാറ്റുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് കൃത്രിമ കൈയൊക്കെ പിന്നീട് വെച്ചു.